പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 4-5 വർഷമായി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിത്വം ഇന്ന് പടിയിറങ്ങിപ്പോവുകയാണ്. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ പരസ്പരം പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൽക്കാലം നമ്മളതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിന് നല്ല ഒരു യാത്രയപ്പ് കൊടുക്കണം. എല്ലാവരും ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളം കണ്ട 24 ഗവർണർമാരിൽ എന്തുകൊണ്ടും വിഭിന്നനാണ്, വ്യത്യസ്തനാണ്. ബാലൻ സഖാവേ, നമ്മളിതൊരു ചടങ്ങ് തുടങ്ങുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം തരും. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ജി സുധാകരൻ സഖാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കാലമിനിയും ഉരുളും, വിഷുവരും വർഷം വരും, തിരുവോണം വരും. കാലത്തിൻ്റെ ഓർമ്മകൾ തിങ്ങുന്നു, മനസ്സിൻ്റെ ശിഖകൾ തോറും മനസ്സിൻ്റെ മാറാല മാറ്റിക്കടന്നു വന്നു. അതാണ്, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അതൊക്കെ ഇനി തുറന്നു പറയാൻ ഒരു അവസരം കിട്ടുമോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് എല്ലാവരും സംയമനം പാലിക്കണം. ആദ്യം മാഷ് തുടങ്ങട്ടെ. ഗവർണറെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഗവർണർ പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കെയർടേക്ക് ഗവർണറായിരുന്നു. ബാലൻ സഖാവേ, നിങ്ങളൊന്ന് അടങ്ങ്. ഏത് ഗവർണർ വന്നാലും ഗോവിന്ദൻ്റെ കള്ളത്തരങ്ങൾ, പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ട് കൂട്ടരും ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കരുത്. ഗവർണർ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും രണ്ട് കൂട്ടരുള്ളൊരു ചടങ്ങാണിത്. ഓരോരുത്തർക്കും പറയാനുള്ള അവസരം തരും. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞോളി. ഇപ്പം മാഷ് സംസാരിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വീരേതിഹാസം രചിച്ച ഗവർണറാക്കി മാറ്റിയത്. ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. കെ സുരേന്ദ്രൻ, നിങ്ങൾക്ക് അവസരം തരും. തൽക്കാലം ഈ യാത്രയപ്പ് ചടങ്ങ് നിങ്ങൾ അലങ്കോലാക്കരുത്. ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നോക്കിയിട്ടല്ല. ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത്. ഒരു പ്രത്യേക സ്വഭാവ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. സുപ്രീം കോടതി ഇടപെടുമ്പോഴും അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക, തേനീച്ചക്കൂട്ട മുന്നിൽ തേൻ വിൽക്കപ്പെടുന്ന ബോർഡ് വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. ശരി, ഒരുപാട് സമയമായി ഗവർണറെ അനുകൂലിച്ച് സംസാരിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗവർണറുടെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള കെ സുരേന്ദ്രൻ്റെ അവസരമാണ്. അല്ല, ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. സർവകലാശാലകളെ മുഴുവൻ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോഴാണ് ഗവർണർ ഭരണഘടനാദത്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ പ്രയോഗിച്ചത്. തികച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചട്ടുകമായി. ബാലൻ സഖാവ് അവിടെ ഇരിക്ക്. ഇപ്പൊ സുരേന്ദ്രൻ സംസാരിക്കട്ടെ. ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ്. പിണറായി ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ശരി. അപ്പോൾ രണ്ടു കൂട്ടരും പറഞ്ഞ് നമ്മുടെ ചടങ്ങ് അലങ്കോലാക്കണ്ട. ഇനി ഏതായാലും നമുക്ക് പുതിയ ഗവർണറായിരിക്കും ഉണ്ടാവുക. പഴയ പോലെ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരും സഹകരിച്ചു പോകണം. എന്താ മാഷേ, സഹകരിച്ചൂടെ? പുതിയ ഗവർണർ വന്നിരിക്കുന്നു. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഈ സമയത്ത് തന്നെ നമ്മളൊരു നിഗമനത്തിൽ എത്തണ്ട എന്നാണ് മാഷ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി പുതിയ ഗവർണറെ കുറിച്ച് കെ സുരേന്ദ്രൻ രണ്ടു വാക്ക് സംസാരിക്കട്ടെ. ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ്. വേണ്ട, സുരേന്ദ്രന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഗവർണറുടെ മുമ്പിക്ക് വല്ല ഉപദേശങ്ങളും വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു അവസരം കൊടുക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാണ്. പുതിയ ഗവർണറുമായി സർക്കാരിനും സർക്കാരുമായി പുതിയ ഗവർണർക്കും നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നു.